ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഡി കെയർ റൂട്ടീനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ നേരം വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബോഡി കെയർ റൂട്ടീനാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ഫേസിൽ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റെപ്സിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ക്ലെൻസർ ആണ്. നമ്മൾ ഫേസിൽ ഫസ്റ്റ് ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം അതുപോലെ തന്നെ ബോഡിയിൽ ക്ലെൻസർ ആണ്, അതായത് ബോഡി വാഷ്. നല്ലൊരു ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് കുളിക്കാം. അടിപൊളിയാണ്, നല്ല ഫീലാണ്. ബോഡി നല്ല ക്ലീൻ ആൻഡ് നല്ല റിലാക്സ് ആവും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണല്ലേ. അപ്പോൾ അവരവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ച് അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു ബോഡി വാഷ് മേടിക്കുക, എന്നിട്ട് നല്ലപോലെ യൂസ് ആക്കാം. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ ഓയിൽ ആയിട്ടുള്ള ഒരു ബോഡി വാഷാണ് നല്ലത്. അപ്പോൾ പ്രൊഡക്റ്റൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്കാണെങ്കിൽ ഡെർമറ്റോളജി ടെസ്റ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇല്ലാത്ത ബോഡി വാഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓയിലി ഓർ കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണെങ്കിൽ അവർക്കിപ്പോൾ ആക്നെ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിന് ആക്നെയൊക്കെ മാറാനുള്ള രീതിയിലുള്ളൊരു ബോഡി വാഷ് മേടിക്കാം കേട്ടോ. ഇപ്പോൾ ആക്നെ മാർക്കിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് സാലിസൈലിക് ആസിഡ്. അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബോഡി വാഷ് മേടിച്ച് യൂസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോലിയേറ്റ് ചെയ്യുക. നമ്മളെ ബോഡിയിലെ ഡെഡ് സ്കിൽസിനെ റിമൂവ് ചെയ്യുക. നമ്മൾ ഫേസിലും സ്ക്രബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും സ്ക്രബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല അടിപൊളിയാവും, നല്ല സ്മൂത്ത് ആവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ സ്കിന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി 2 പ്രാവശ്യമൊക്കെ നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാം നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മുടെ സ്ക്രബ് എടുക്കുക. സ്ക്രബ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയിൽ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ കാൽമുട്ട് കൈമുട്ടിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അവിടേക്ക് നമുക്ക് നല്ലപോലെ സർക്കുലർ മോഷനിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ജെല്ലി മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കാം കേട്ടോ. നമ്മൾ പ്രത്യേകം സ്ക്രബ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ട്, കൈമുട്ട്, കാൽപാദം അവിടെയൊക്കെയാണ്. അടുത്തതാണ് മോയ്സ്ചറൈസർ. ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ബാത്തിങ് കഴിഞ്ഞപാട് നമ്മൾ എന്ത് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആ ചെറിയൊരു നനവ് ഉണ്ടാവുമല്ലോ, അപ്പം തന്നെ അപ്ലൈ ചെയ്യണം. കാരണം വെള്ളത്തിലുള്ളൊരു ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്ന്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ടൈം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുക്കുക, നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ ബോഡിയിൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, കാൽമുട്ട്, കൈമുട്ട്, നമ്മളെ അങ്ങനത്തെ ഏരിയാസൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ കുറച്ചധികം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം എക്സ്ട്രാ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF മസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ കൈ, കാല്, കഴുത്ത്, ഫേസ് ഒക്കെ നല്ലപോലെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തതാണ് ഫുഡ് കെയർ. നമ്മുടെ കാലും നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുനടക്കേണ്ട ഒരു ഐറ്റമാണ് കാലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രബ് ഇട്ട് കൊടുക്കുക, മാസ്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് മാസ്ക് ഒക്കെ അവൈലബിൾ ആണ്, വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക, നല്ലപോലെ സ്ക്രബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്ത് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. സൺസ്ക്രീനും ഇട്ട് കൊടുക്കുക. ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നവർക്കാണെങ്കിൽ ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, അത് ഇട്ട് കൊടുക്കുക. പിന്നെ പറയാനുള്ളത് ഷേവിങ് ടിപ്സ് ആണ്. നമ്മൾ റൈറ്റ് വേയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷേവ് ചെയ്യാൻ നോക്കുക, നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊന്ന് നനച്ചു കൊടുക്കുക ഹെയർ. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബോഡി ലോഷൻ അല്ലെങ്കിൽ അലോവേറ ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഷേവിങ് ക്രീം ആയാലും നോസിങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാകുമ്പം നമുക്ക് എന്ത് ചെയ്യുക, ഷേവ് ചെയ്യുക. ദെൻ കഴുകിയതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.